അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ മഞ്ഞക്കണി വെച്ചത് ഇവിടെ ഒരെണ്ണം, പിന്നെ ഇത് അവിടെ ഒരെണ്ണം, ഇതിനിടയിൽ ഒരെണ്ണം, അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം, പിന്നെ ഈ കാണുന്ന ഭാഗത്ത് ഒരെണ്ണം കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, ജിൻഡോനാണ് JTC മീഡിയ എന്നിട്ട് നമ്മുടെ തണ്ണിമത്തൻ്റെ മുകളിലൊക്കെ ഈ ചെറിയ പ്രാണികൾ ഈച്ചകളൊക്കെ വന്ന് കുത്തുന്നുണ്ട്. നമ്മളൊരു 10 ദിവസം മുന്നേ വെക്കേണ്ടതായിരുന്നു. നമുക്ക് നമ്മുടെ ചില കാര്യങ്ങൾ കാരണം വയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പോൾ 46ാമത്തെ ദിവസമാണ്. പക്ഷെ നമ്മളിത് വയ്ക്കുകയാണ്. ഈ സാധനമാണ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ട്. അതായത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മഞ്ഞക്കണിയാണ്, ട്രാപ്പ്. ഇതിൽ നമ്മുടെ ഈ പ്രാണികളും ഒരുവിധം എല്ലാ പ്രാണികളും ചിലപ്പോൾ തേനീച്ചടക്കം വന്നതിൽ മുട്ടിയിരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു പശയാണിത്. ഈ മഞ്ഞ കാണുമ്പോൾ അവർ വന്നതിന് മുകളിൽ മുട്ടിയിരുന്നിട്ട് പൂക്കളാണെന്ന് വിചാരിച്ചിട്ട്, മഞ്ഞ കളറിലെ പൂക്കളാണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ വന്നിരിക്കും. സാധാരണ ബന്ദിപ്പൂവ്, ചെണ്ടുമല്ലിപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലാണ് വിട്ട് വന്ന് അധികം ഇരിക്കാറ്. തണ്ണിമത്തൻ പൂവൊക്കെ ഫ്ലവറിങ് കൂടി കഴിഞ്ഞാൽ അവർ ആ മഞ്ഞമ്മക്ക് വന്നിരുന്ന കായമൊക്കെ കുത്തും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനമാണ് നമ്മളൊന്ന് വെക്കാൻ പോകണത്. എങ്ങനെയാണ് വെക്കാൻ പോകണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഇത് നിർത്തം വെച്ച് ഇതാ. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡൊക്കെ കെട്ടാൻ വരുന്ന തരം ഉള്ളിൽ കമ്പിയുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനമില്ലേ, അതാണ്. ഇത് 10 എണ്ണം ഉണ്ട് ഈ കാണുന്നത്. പിന്നെ ഇതിന്ന് എത്ര ഷീറ്റ് ഉണ്ട് നോക്കിക്കാൻ വെച്ചാൽ 1 2 3 5 ഷീറ്റാണ്. ഈ 5 ഷീറ്റിൻ്റെ ഈ കാണുന്ന സാധനത്തിന് 100 രൂപയാണ് വില. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, നമ്മളിതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതിനൊരു 3 ഹോൾ അടിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ സാധാരണ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശ മൊത്തം കളയണ്ട, ഇതിന് 2 എണ്ണം എടുക്കുക. 2 എണ്ണം ഇട്ടിട്ട് ഈ കാണുന്ന പോലെ ഈ ഹോളിലേക്ക് ഇടുക. കണ്ടില്ലേ? അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ പുറക്കുക, ഈ ഹോളിലേക്ക് വിടുക, അടയ്ക്കുക, ഇത് തിരിച്ചു വിടുക, ഇങ്ങോട്ട് വാ. ഓക്കെ, ഇപ്പം നമ്മളെന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കമ്പ് ഇങ്ങനെ വെറുതെ കെട്ടി വെച്ചിരിക്കുകയാണ്, സെൻറ്ററിലൊരു കമ്പും. എന്നിട്ട് നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവരിക, ഇത് ഇതിൽ ജസ്റ്റ് ഒന്ന് പിരിച്ചിടുക. ഇതിങ്ങനെ പിരിച്ചു കൊടുത്തു, ഇത് ഇവിടുന്ന് ചുറ്റി, എന്നിട്ട് ഇതിൻ്റെ സ്റ്റിക്കറിൻ്റെ ഒരു ഭാഗം എടുക്കുക, നേരെ അങ്ങോട്ട് താഴ്ത്തേക്ക് വലിക്കുക. ഇതുമ്പോൾ ടച്ച് ചെയ്യാതിരിക്കാനാണ് കേട്ടോ നമ്മൾ ഈ പരിപാടി ചെയ്യണത്. ഓക്കെ, അപ്പം മഞ്ഞ ട്രാപ്പ് തയ്യാറായി. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമ്മ തന്നെ ഓൾറെഡി പശയുണ്ട് കണ്ട. പക്ഷേ വെള്ളമോ അല്ല വന്നിരിക്കുക, അവർ മഞ്ഞമ്മലാണ് വന്നിരിക്കുന്നത്. 3 പശയാണ്. ഇപ്പം നമ്മൾ ഇന്ന് 46ാമത്തെ ദിവസമാണ് ഇത് വയ്ക്കണേ. നമ്മളെന്തോരം ഉണ്ടെന്ന് അറിയില്ല ഈ ഭാഗത്തൊക്കെ പ്രാണികൾ. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാലേ ഇതിൻ്റെ 2 സൈഡും മഞ്ഞ കളറായ കാരണം പ്രാണികളൊക്കെ വന്നിരിക്കും. ഇതേ ഒരു പ്രാണി ഇതേ വന്നിരിക്കുന്നു കേട്ടോ. ഈ കറുത്ത കുത്ത് കാണാണ്ട, ഈ കറുത്ത കുത്തിന് എല്ലാ പ്രാണികളും വന്നിരിക്കും കണ്ട. ഈ മഞ്ഞ കളർ കാണുമ്പോൾ ഈ പൂക്കളിൽ വന്നിരിക്കണ സാധനങ്ങളാണ് ഇതൊക്കെ. ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ, വന്നിട്ടുണ്ടോ നോക്കട്ടെ. പക്ഷെ അങ്ങനെ പ്രശ്നമുള്ളൊരു ബാധ്യത പ്രശ്നമൊന്നും കാണാനില്ല, ഇപ്പോൾ വെച്ചിട്ടില്ലല്ലോ. നമുക്കൊന്ന് വൈകിട്ടൊന്ന് വന്ന് നോക്കി നോക്കാം എങ്ങനെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതൊന്നുമില്ല, ചെറിയ ചെറിയ പൊടി പോലെയൊക്കെയുള്ള പ്രാണികളുണ്ട്. ഈ ചെറിയ എലപ്പാൻ പോലത്തെ പ്രാണികൾ കണ്ട, ഒരു കറുത്ത കുത്ത് കാണാണ്ട. വലിയ പ്രാണികൾ വന്നിരിക്കുമോ നോക്കാം, ഈച്ചകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ തണ്ണിമത്തനോട്ടത്തിൽ മഞ്ഞക്കാടുകൾ വെച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഈച്ചകൾ വരുന്നുണ്ടോ, നമ്മുടെ കായകൾ കുത്താതിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം അറിയിക്കുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഓക്കെ, നമസ്കാരം.